ഫ്രീ ആയിട്ട് കുറേ മേക്കപ്പ് പ്രോഡക്ട്സ് കിട്ടിയാലോ. മിലാൻ ബ്യൂട്ടി വീക്കിൻ്റെ ഭാഗമായിട്ട് കുറേ ബ്രാൻഡ്സ് ഈ പരിപാടി ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും എൻ്റെ ഫ്രണ്ടാണ് വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയൊരു സംഭവമുണ്ട്, വാ നമുക്ക് പോവാന്ന്. ലാസ്റ്റ് ഡേ ആണ് ഇതിൽ ഞാൻ പോയത്. ആൻഡ് രാവിലെ എന്ന് പറഞ്ഞ ഒരു 9:30 ആയിട്ടോ. എന്നിട്ടുള്ളൊരു ക്യൂ ആണ് ഈ കാണുന്നത്. 10-10:30 ആവും ഓരോ ഷോപ്സിനെ അനുസരിച്ചിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഫസ്റ്റ് ഞാൻ പോയത് പൂപ്പയിലാണ്. അപ്പോൾ ആദ്യം തന്നെ അവർ ഈ ഒരു ബാഗ് തരും. പിന്നെ നമുക്ക് ഈ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെ അവിടെ പോയിട്ട് അവർ ട്രൈ ചെയ്യും. ഇങ്ങനെ ഇവർ വന്നിട്ട് നമ്മൾ എന്ത് വേണമെന്ന് പറഞ്ഞാൽ അവർ ഇട്ടൊക്കെ തരും. പിന്നെ ഒരു ഫോട്ടോ ഒക്കെ അവിടെ എടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. പൂപ്പയ്ക്ക് ശേഷം ഞാൻ പോയത് ജിൻ ബൊട്ടാണിക്കൽസിലാണ്. ഇവരിവിടുന്ന് കുറേ ചെറിയ സാഷയിലുള്ള പല പല സാധനങ്ങൾ തരും. പെർഫ്യൂംസ്, പിന്നെ ക്രീംസ്, അങ്ങനെയൊക്കെ. നല്ല രസമായിരുന്നു ഇവിടെ. പെർഫ്യൂംസിനൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണിത്. അവരൊരു ടീയും തന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ട്രൈ ചെയ്തു. നല്ല ടേസ്റ്റുള്ള ടീ ആണ്, അത് ഞാൻ ഇനി വാങ്ങിക്കുകയും ചെയ്യും. പിന്നെ വെയിലായതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഡീഹൈഡ്രേറ്റഡ് ആയി. രാവിലെ തൊട്ട് പോയിട്ട് ലൈനിൽ നിൽക്കുന്നതല്ലേ. സോ ഞാൻ അങ്ങനെ ഒരു വാട്ടർ മെലണ്ട്, ഈ സാധനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അതൊക്കെ വാങ്ങിച്ച് പിന്നെ അടുത്ത സ്ഥലത്തിലേക്കുള്ള ക്യൂവിൽ നിന്നു. ഡോൾച്ചെ ആൻഡ് ഗബ്ബാന നല്ല ബ്രാൻഡഡ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ക്യൂ നല്ല വലുതായിരുന്നു. പിന്നെ മെല്ലനെ അത് മൂവും ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആഫ്റ്റർ ഓൾ അത് ഡോൾച്ചെ ആൻഡ് ഗബ്ബാനയാണ്. എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലൊക്കെ ഞാൻ കണ്ടത് കൊണ്ട് തന്നെ വേറെ എവിടെയും ഞാൻ പോകാൻ വേണ്ടി നിന്നില്ല. കാരണം എനിക്ക് അത്ര പേഷ്യൻസ് ഇല്ല. എന്നെക്കൊണ്ട് കുറേ സമയമൊന്നും ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കിട്ടിയ സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ സാധനങ്ങളൊക്കെ കിട്ടി ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വീടെത്തി. സോ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ സാധനങ്ങൾ. ഞാൻ 3 ഷോപ്സിലാണ് ടോട്ടൽ പോയത്.